ഈ ഗണപതി മിത്താണ് എന്ന് പറയുന്ന CPM-ന്റെ നേതൃത്വം, സ്പീക്കർ പറഞ്ഞത് ഗണപതി എന്ന് പറയുന്നത് മിത്താണെന്നാണ്. ആ ഗണപതിയുടെ സന്നിധാനത്തിലാണ് പമ്പയിൽ പോയിട്ട് ഈ സമ്മേളനം നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആ മിത്തിൻ്റെ മുന്നിലാണോ സമ്മേളനം നടത്താൻ പോകുന്നത്? ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു വാർത്ത വന്നിരിക്കുന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നു, പമ്പയിൽ വെച്ച് നടത്താൻ പോകുന്നു. സെപ്റ്റംബർ മാസം 8-ാം തീയതി നടക്കുന്ന ആ സംഗമത്തിന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീമാൻ പിണറായി വിജയനും തമിഴ്നാട് മുഖ്യമന്ത്രി ശ്രീ MK സ്റ്റാലിനെയും ക്ഷണിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. നമുക്ക് രണ്ടുപേർക്കും ഇവർ രണ്ടുപേരെക്കുറിച്ചും വ്യക്തമായിട്ടുള്ളൊരു ധാരണയുണ്ട്. ശ്രീ പിണറായി വിജയൻ ശബരിമല ക്ഷേത്രവും ശബരിമല തീർത്ഥാടനവും അടക്കം തകർക്കാൻ ശ്രമിച്ച ഒരാളാണ്. ശബരിമലയിൽ അയ്യപ്പ ഭക്തരുടെ, ശബരിമല തീർത്ഥാടകരുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തുകയും അവിടെ ആ തീർത്ഥാടനം എങ്ങനെ നടക്കണം എന്നുള്ളത് ശബരിമലയിലെ ഭക്തരാഗ്രഹിക്കുന്നതിന് വിരുദ്ധമായിട്ട് സ്ത്രീകൾ കയറണം എന്നൊക്കെ സുപ്രീം കോടതി അനുവദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അങ്ങനെ കയറ്റാൻ വേണ്ടിയിട്ട് പോലീസുകാരോട് സഹായിച്ച് വേഷപ്രച്ഛന്നരായിട്ട് ആളുകളെ കൊണ്ടുപോയി കയറ്റാൻ സുപ്രീം കോടതി ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല. അങ്ങനെ അടക്കം ഉള്ള ചില തന്ത്രങ്ങൾ, ആ തന്ത്രങ്ങളടക്കം ഉപയോഗിച്ചത് അതൊരു ഭരണാധികാരി സുപ്രീം കോടതിയുടെ വിധിയോട് കാണിക്കുന്ന ബഹുമാനം എന്നുള്ളതിനപ്പുറത്ത് ശബരിമലയോടുള്ള അസഹിഷ്ണുതയും ശബരിമലയോടുള്ള ശബരിമല ഭക്തരോടുള്ള അങ്ങേയറ്റത്തെ അവഹേളനവും ആ അവഹേളനമായിരുന്നു. അന്ന് ഇതിൻ്റെ പേരിൽ നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് വനിതാ മതിലടക്കം ഉള്ളത് സംഘടിപ്പിച്ചതൊക്കെ കേരളത്തിലെ ജനങ്ങൾക്കറിയാം. ഇന്നും ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനു വേണ്ടി അതിന് നിലകൊണ്ടതിൻ്റെ പേരിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെയും കേരളത്തിലെ ഹൈന്ദവ പ്രസ്ഥാനങ്ങളുടെയും NSS, SNDP ഉൾപ്പെടെയുള്ള വിവിധ സംഘടനകളിൽ, സമുദായ സംഘടനകളിൽ, KPMS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളിൽ, വിശ്വകർമ്മ സഭ ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകളിൽ, ആ സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരടക്കമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കേസുകളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്ന സാഹചര്യത്തിൽ ആരെ കബളിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രീമാൻ പിണറായി വിജയൻ അവിടെ പോകാൻ തീരുമാനിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ശബരിമല തീർത്ഥാടകരോടുള്ള ഈ അങ്ങേയറ്റത്തെ അവഹേളനം, ദേവസ്വം ബോർഡ് അങ്ങനെയുള്ളൊരു അവഹേളനത്തിന് മുൻകൈയെടുക്കരുത്. ഈ ഗണപതി മിത്താണ് എന്ന് പറയുന്ന CPM-ന്റെ നേതൃത്വം, സ്പീക്കർ പറഞ്ഞത് ഗണപതി എന്ന് പറയുന്നത് മിത്താണെന്നാണ്. ആ ഗണപതിയുടെ സന്നിധാനത്തിലാണ് പമ്പയിൽ പോയിട്ട് ഈ സമ്മേളനം നടത്താൻ പോകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ആ മിത്തിൻ്റെ മുന്നിലാണോ സമ്മേളനം നടത്താൻ പോകുന്നത്? അപ്പോൾ ഇതിൽ CPM-ന്റെ നിലപാടെന്താ? CPM ഈ കാര്യത്തിൽ സമീപനം എന്താ? കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തത് തെറ്റിപ്പോയി എന്നുണ്ടെങ്കിൽ അവരാദ്യം അയ്യപ്പ ഭക്തരോട്, ലോകം മുഴുവനുള്ള അയ്യപ്പ ഭക്തരോട് മാപ്പ് പറയണം. നേരത്തെ എടുത്തിട്ടുള്ള കേസുകൾ അത് ഞങ്ങൾ അന്നത്തെ ഒരു സാഹചര്യത്തിൽ, പ്രത്യേക സാഹചര്യത്തിൽ ചെയ്തതാണ്, തെറ്റായിരുന്നു, കേസുകൾ പിൻവലിക്കണം. അതല്ലാതെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടാൻ വേണ്ടി ഞങ്ങളും ഹിന്ദു സമൂഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിൽക്കുന്ന ആളുകളാണ് എന്ന് വരുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കില്ല. ശബരിമല തീർത്ഥാടനം ഈ ആചാരലംഘനത്തിൻ്റെ വിഷയം മാത്രമല്ല, ശബരിമല തീർത്ഥാടനത്തിന് സൗകര്യമില്ലാതെ ആളുകൾ മാലയൂരി തിരിച്ചു പോകേണ്ടി വന്ന സാഹചര്യം അടക്കം ഉണ്ടായത് ശ്രീമാൻ പിണറായി വിജയൻ്റെ ഭരണത്തിൻ്റെ കാലത്താണ്. പമ്പയിൽ നിന്ന്, പന്തളത്ത് നിന്ന് ഒക്കെ അവിടെ വരെ എത്തിയിട്ട് ആളുകൾ മാലയൂരി തിരിച്ചുപോയ അനുഭവങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതുണ്ടായത് ഈ സർക്കാരിൻ്റെ പിടിപ്പുകേടിൻ്റെ ഫലമായിട്ടാണ്. ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പുകൾ വേണ്ട സമയത്ത് പൂർത്തിയാക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ ഇതൊക്കെയാണ് സർക്കാർ ചെയ്യേണ്ടത്. അയ്യപ്പ ഭക്തരോടും അയ്യപ്പനോടും ശബരിമല തീർത്ഥാടനത്തോടും താല്പര്യമുണ്ടെങ്കിൽ അവിടെ ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളാണ് വേണ്ടത്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രിയെ വിളിക്കുന്നതിൻ്റെ ആണ് എനിക്ക് ഒട്ടും മനസ്സിലാകാത്ത കാര്യം. കാരണം സനാതന ധർമ്മം എന്ന് പറയുന്നത് അത് ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട വൈറസാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് DMK-ക്കാർ. പാർലമെൻറ്റിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞതാണ്, ഭൂമിയിൽ നിന്ന് തന്നെ തുടച്ചു നീക്കേണ്ട വൈറസാണ് സനാതനധർമ്മം എന്നാണ്.
അപ്പോൾ ആ സനാതനധർമ്മത്തിൻ്റെ ഭാഗമായിട്ടുള്ള ശബരിമല തീർത്ഥാടനത്തിൻ്റെ ആ തീർത്ഥാടനത്തിൽ ഭാഗവാക്കുകളാകുന്ന അയ്യപ്പ ഭക്തന്മാരുടെ പേരും പറഞ്ഞിട്ട് അവിടെ ഒരു ആഗോള സംഗമം നടത്തുകയും അതിൽ DMK-ക്കാരെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇത് ജനങ്ങൾക്ക് അതുപോലെ അയ്യപ്പ ഭക്തർക്ക് തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് CPM-ഉം DMK-യുടെയും മന്ത്രിമാർ അവർ ഭക്തരാണെങ്കിൽ ആർക്കും എതിർപ്പില്ല. അതല്ലാതെ നടത്തുന്ന ഈ നാടകം ജനങ്ങളോട് മാപ്പ് പറയാതെ ഇവർ നടത്തുന്ന നാടകത്തിന് ജനങ്ങൾ അല്പം പോലും പ്രാധാന്യം കൽപ്പിക്കില്ല. അയ്യപ്പ ഭക്തർ ഈ തട്ടിപ്പ് മനസ്സിലാക്കും എന്നുള്ളതാണ് എനിക്ക് സൂചിപ്പിക്കാൻ. Subscribe to One India and never miss an update.